റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദില്ലി സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി വീഡിയോ റെക്കോർഡ് ചെയ്തത് കൂടുതൽ പേരെ ആകർഷിക്കാനാണെന്നാണ് NIA കണ്ടെത്തൽ. ഒരു ISI ഫോർമുല, ഐസിസിന്റെ ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐസിസ് ധാരാളം യുവാക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാറുണ്ട്. റെക്കോർഡ് ചെയ്ത വീഡിയോ ഉമർ മറ്റാർക്കും ഷെയർ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. അതിന് മുൻപ് തന്നെ ഉമറിന് ജീവൻ നഷ്ടപ്പെട്ടു. പുഴയിൽ നിന്ന് കണ്ടെടുത്ത ഉമറിന്റെ ഫോൺ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നു. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ഐസിസ് മോഡലിലുള്ള ഒരു പ്രചരണ വേലയാണ് ഈ ഉമർ നബി ലക്ഷ്യമിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരാണല്ലോ ഈ വീഡിയോ സന്ദേശങ്ങൾ വഴി ചാവേർ ആക്രമണത്തെയും രക്തസാക്ഷിത്വത്തെയും ഒക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ ന്യായീകരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനൊരു ഐസിസ് മാതൃകയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ സംഘത്തിലേക്ക് ചേർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവർ നടത്തിയതെന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്, പി ആർ സുനിൽ? അരുൺ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് ഉമർ നബിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നടന്നത് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഏതായാലും ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഈ വീഡിയോയിൽ വളരെ സൗമ്യനായി, വളരെ ശാന്തനായാണ് ഉമർ നബി സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിത്വമാണ് എന്നതാണ്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ചാവേറാവുക എന്നത് തെറ്റാണ് എന്നുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു ധാരണ ശരിയല്ല. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യാം, സൂയിസൈഡ് ബോംബർ ആകാം എന്നൊക്കെയുള്ള ഒരു ന്യായീകരണം നടത്തുന്നത് ഒരു ഭീകര സംഘടനകൾ പതിവായി സ്വീകരിച്ചു വരുന്ന ഒരു ശൈലിയാണെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ലഷ്കർ മേധാവിയായ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയായ അബ്ദുൾ റഹ്മാൻ മക്കി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഏത് വിധത്തിലാണ് ഈ ഭീകര സംഘടനകൾ, ഭീകര പ്രവർത്തകരൊക്കെ തന്നെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്, ആ ഒരു ശൈലിയാണ് ഉമർ മുഹമ്മദ് സ്വീകരിക്കാൻ ശ്രമിച്ചത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം ചിത്രീകരിച്ച ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ദൃശ്യങ്ങളെ, ഈ വീഡിയോയെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉമർ നബിയുടെ പുൽവാമയിലുള്ള വീട്ടിൽ നിന്നാണ് ഈ ഒരു വീഡിയോ അടങ്ങിയ ഫോണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇത് നശിപ്പിക്കാനായി തൊട്ടടുത്ത കുളത്തിൽ എറിഞ്ഞതായിരുന്നു. അവിടെ നിന്ന് പിന്നീട് അന്വേഷണ സംഘം അത് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഈ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ലീഡാണ് അന്വേഷണ സംഘത്തിന് ഈ വീഡിയോയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമർ നബി ഈ ചാവേർ ആക്രമണം നടത്തുന്നതിന് മുൻപ് ചിത്രീകരിച്ച ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി, ആളുകളെ കൂടുതലായി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ എടുത്തതാണ് എന്ന് തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഇത് ഭീകര സംഘടനകൾ പതിവായി ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്താറുള്ളത്, കൂടുതൽ റിക്രൂട്ട്മെന്റിനായി എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയാണ് ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ. താങ്ക് യു. ഉമർ വീഡിയോ ഇറക്കിയത് കൂടുതൽ ചാവേറുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പി ആർ സുനിലാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം. പി ആർ സുനിൽ നൗഗാം അടക്കമുള്ള മേഖലകളിൽ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ട പല കാര്യങ്ങളും പി ആർ സുനിൽ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പ്രേക്ഷകരെ അറിയിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതാണ്, തുറന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, സൈന്യത്തിൻ്റെ നിർദ്ദേശവുമുണ്ട്. ചില കാഴ്ചകളും ചില വാർത്തകളുമൊന്നും ചില മേഖലകളിൽ നിന്ന് പുറത്തു വരില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇത് പലയിടങ്ങളിലും അത്തരം നിയന്ത്രണമുണ്ട്. ഒരുപക്ഷെ ദേശീയ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാവാം അത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. അത് ഞാൻ പ്രേക്ഷകരെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്നതൊന്നും ആയിരിക്കണമെന്നില്ല പലപ്പോഴും സത്യമായി ഒടുവിൽ തെളിഞ്ഞു വരിക. ഇതൊക്കെ ഓരോരോ സംഭവങ്ങളായി വരുന്നു. പക്ഷേ ഈ ഉമർ നബിയുടെ കാര്യത്തിലൊക്കെ അത് ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഉമർ നബിയാണ് കൊല്ലപ്പെട്ടത്. ഉമർ നബി കൊണ്ടുവന്ന വാഹനത്തിൽ വസ്തു ഉണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള ഗൂഢാലോചന നടന്ന അൽഫലാ സർവകലാശാല, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് വിശ്വസിച്ചേ മതിയാവും. കാര്യം നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു നീക്കം നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പമാണ്, രാജ്യത്തെ പൗരന്മാരോടൊപ്പമാണ്, അവരുടെ സുരക്ഷയ്ക്കും ഒപ്പമാണ്. പക്ഷെ അതോടൊപ്പം വരുന്ന വാർത്തകളെ നമ്മൾ ഒരു വിമർശനത്തോടു കൂടി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്.